SDP ആഘോഷത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തിലേക്ക് എന്ന തരത്തിൽ കണക്കുകൾ വരുമ്പോൾ SDP ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് വന്നിരുന്നു. ശ്രീ രാജു പി നായർ മറുപടി പറയാം. നോക്കൂ, ഈ പാലക്കാട് സംബന്ധിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട സമയമാണ്. അവിടെ പരാജയപ്പെട്ട് BJP-യേക്കാൾ കൂടുതൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയമാണ് പാലക്കാട് പരാജയപ്പെട്ടത്. കാരണം 3-ാം സ്ഥാനത്ത് വെറും 36,000 വോട്ടുള്ള സ്ഥലത്ത്, തങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് അവിടെ അത്രമാത്രം വലിയ വർഗീയത പറഞ്ഞതും ആ പരസ്യങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാലോ. ഇതെല്ലാം ചെയ്തത് പാലക്കാട് BJP-യെ ജയിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശമായിരുന്നു. കാരണം അതിൽ വലിയ ഒരു കൗശലം ഉണ്ടായിരുന്നു. പാലക്കാട് കോൺഗ്രസ് പരാജയപ്പെട്ട് BJP ജയിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ കയ്യിലിരുന്ന സീറ്റ് BJP-ക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കകത്ത് കോൺഗ്രസിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ടാക്കാനും അത് മധ്യ കേരളത്തിൽ ക്രൈസ്തവ സമൂഹങ്ങളെ മുനമ്പം വിഷയം ഉപയോഗിച്ചുകൊണ്ട് BJP-യിലേക്ക് എത്തിച്ചു കൊടുക്കുകയും മറ്റ് ഉത്തര കേരളത്തിൽ അവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ കോൺഗ്രസിനെതിരെ ഒരു വികാരവും ഉണ്ടാക്കി ചെയ്താൽ 2026 തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാൻ പിണറായി വിജയനുണ്ട്. അതിൻ്റെ നഗ്നമായിട്ട് കാരണം പാലക്കാട് ജയിക്കില്ല എന്ന് ഉറപ്പിച്ചറിയാം. ഈ സ്ഥാനാർത്ഥിയൊക്കെ വെറും അവിടുത്തെ ഒരു ഉപകരണമായിട്ട് മാറിയ അദ്ദേഹത്തോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അവിടുത്തെ മുഴുവൻ പ്ലാൻ BJP എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അവിടെ കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങളാണ് നടന്നത്. അവിടെ നടത്തിയ മുഴുവൻ ആരോപണങ്ങളും ഒരിക്കൽ